നമുക്ക് മലയാളികൾക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ധാർഷ്ട്യവും അഹങ്കാരവും. ഇത് രണ്ടും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നന്നായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആരെങ്കിലും മീഡിയക്കാർ വരുമ്പോൾ എപ്പോഴും പറയും കടക്ക് പുറത്ത്, ഞാൻ പറയണത് കേട്ടാ മതി, ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി കസേര പോയിട്ടും അതിന് ഒരു കുറവുമില്ല. മലയാളികൾക്ക് മീഡിയക്കാരെ കണ്ടാൽ തന്നെ ദേഷ്യമാണ്. പക്ഷെ മുൻ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ എല്ലാ മീഡിയക്കാരെയും മലയാളികളെ സപ്പോർട്ടാ ചെയ്യുന്നത്. എന്നാലും അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും ഇപ്പോഴും ഉണ്ടാവാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മീഡിയക്കാര് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയേണ്ടത് പറയും, അപ്പൊ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിണ്ടായിരുന്നു. പിന്നെ അതിൽ മീഡിയക്കാരുടെയും തെറ്റുണ്ട്. ഞാൻ അങ്ങനെ പിണറായി വിജയനെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തിന് വയസ്സാകുമ്പോൾ പൊതുവെ എല്ലാവർക്കും ദേഷ്യം കൂടുതലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ ഭരണവും ഇല്ലല്ലോ. പിന്നെ ആൾക്കാർ ഇങ്ങനെ മീഡിയക്കാർ വരുമ്പോൾ സിനിമാക്കാരായാലും രാഷ്ട്രീയക്കാരായാലും ആരായാലും എല്ലാവർക്കും ദേഷ്യം വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സിനിമാക്കാർ കുറേയും കൂടി അടങ്ങി നിൽക്കും. പിന്നെ പവറുള്ളവർ അടങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് പവർ ഉണ്ട്. ആ പവർ കാണിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പിണറായി വിജയന്റെ സൈഡാണ്. എപ്പോഴും ഇങ്ങനെ പൊഞ്ഞു കൊണ്ട് ചെന്ന ആർക്കായാലും ദേഷ്യം വരിക തന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ട് മീഡിയക്കാർ സംയമനം പാലിച്ച നിങ്ങൾക്ക് തല്ലുകൊള്ളാണ്ട് രക്ഷപ്പെടാം. അപ്പൊ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. എന്റെ കൂടെയുള്ളത് ശ്രീലക്ഷ്മിയാണ്. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കടൽ യുദ്ധമാണ്. അതായത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു ഭീതിയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുക എന്ന് മാത്രമല്ല, അവിടെ ഭീതി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്, അശാന്തി പടർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ ഹോർമസ് വീണ്ടും അടച്ചിറാൻ അടയ്ക്കുന്നു തുറക്കുന്നു ഇങ്ങനെ യുദ്ധം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ വാർത്തകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതവും സംബന്ധിച്ച സംഘർഷങ്ങളാൽ പശ്ചിമേഷ്യ പുകയുകയാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്കുകപ്പൽ ഞായറാഴ്ച ഇറാൻ ആക്രമിച്ചു. നാവികരെ കാണാതായപ്പോൾ ഒരു നാവികനെയാണ് കാണാതായത്. ഇന്ത്യക്കാരാണ്. ഒരു ഇന്ത്യക്കാരനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ള. അപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഈ സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി എന്ന കപ്പലിന്റെ എൻജിൻ മുറിയിലാണ് മിസൈലേറ്റ് തീപിടുത്തമുണ്ടായത്. 10 നാവികരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നറിയിപ്പ് അവഗണിച്ച് ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ലക്ഷ്യമിട്ടതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. അപ്പോൾ അവരുടെ ആ പാത, അതായത് അവർ പറയുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ കടന്നുപോയി, അതിനാണ് ഈ ഒരു ആക്രമണം. എന്നാൽ ഈ ആക്രമണത്തിന് മറുപടി കിട്ടി കേട്ടോ. അല്ലെങ്കിൽ ഈ കപ്പലാക്രമണത്തിനുള്ള മറുപടിയായി ഞായറാഴ്ച രാവിലെ ഇറാനിൽ ഉടനീളം US-ന്റെ വലിയ വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. പലയിടങ്ങളിലായിട്ട് വലിയ ആക്രമണം US നടത്തി. അപ്പോൾ ഈ മിസൈൽ അവശിഷ്ടം വീണ് ഖത്തറിൽ കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ പുറകിലുള്ള ഒരു വശമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നു, പക്ഷേ യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾ കുഞ്ഞുകുട്ടികളടക്കമുള്ളവരാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതുങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ഒരു ആക്രമണത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്? അപ്പോൾ അത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ കടലിടുക്ക് ഇറാൻ അനിശ്ചിത കാലത്തേക്ക് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് അടച്ചു കഴിഞ്ഞാൽ നമുക്കും വലിയ രീതിയിലുള്ള ബാധകമാവുന്നൊരു വിഷയമാണ് കേട്ടോ. അത് ഇന്ത്യയിലടക്കം, അല്ലെങ്കിൽ വലിയ രീതിയിലെ എണ്ണവില വർധനവ്. ഇപ്പോൾ നമുക്ക് ഈ കാര്യം, അല്ലെങ്കിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് നേരെ ചെന്ന് തിരിയുന്നത് ഈ സ്വർണ്ണവില കുത്തനെ കയറുകയാണ്. 1 ലക്ഷത്തിന് താഴെ ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാറിയിട്ടില്ല, വിലയിൽ നിന്ന് മാറ്റം 1 ലക്ഷത്തിന് താഴേക്ക് ആയിട്ടില്ല. അപ്പോൾ സ്വർണ്ണവില കുതിക്കുന്നു, അതുപോലെ തന്നെ എണ്ണവില, ക്രൂഡ് ഓയിൽ, ഇങ്ങനെ വില വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും നമ്മൾ പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഈ ഇപ്പോൾ എണ്ണവില വർധനവല്ല, അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവുണ്ടായ സമയത്ത് ഇവിടെയുള്ള ഒരുമാതിരി എല്ലാ ഹോട്ടൽ ഉടമകളും വലിയ പ്രതിരോധത്തിലായിരുന്നു. അവർക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നത്. ഹോട്ടൽ അടച്ചിടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലുകൾ അടച്ചിടുന്നു, അവരുടെ വരുമാനമാണ് കേട്ടോ, അവിടെ വരുമാനമാണ് മുട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരായ ഒന്നും ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടായിട്ടല്ലല്ലോ ആളുകൾ ഹോട്ടലുകളും മറ്റും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ദിവസേന കിട്ടുന്ന വരുമാനം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ യുദ്ധത്തിന്റെയൊക്കെ അനന്തരഫലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. എന്തായാലും ലോകം വീണ്ടും എണ്ണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ശക്തമായി. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എണ്ണ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. സ്വർണ്ണവില കുത്തനെ ഉയരുന്നു, മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. പല വിധത്തിൽ നമ്മളെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ, പല തരങ്ങളിൽ, അല്ലെങ്കിൽ പല വഴികളിലൂടെ നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന, വലിയ വിഷയങ്ങളാകുന്ന, വലിയ പ്രശ്നങ്ങളാകുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ
രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ പിന്നാമ്പുറത്തുണ്ട് എന്നുള്ളതാണ്. യുദ്ധം നടക്കുന്നു, അതിൽ പരിക്കേറ്റ ഒരു കുട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അനിശ്ചിതകാലത്തേക്ക് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് അടയ്ക്കുന്നു തുറക്കുന്നു കരാറുണ്ടാക്കുന്നു, അടയ്ക്കുന്നു തുറക്കുന്നു കരാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒന്ന് ഓർത്തു നോക്കൂ, എത്രത്തോളം ഒരു രാജ്യത്ത് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യം, നമുക്കിവിടെ യുദ്ധമൊക്കെ നടന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്ന സമയത്ത് ജീവനിൽ കൊതിയുള്ള ആളുകൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു യുദ്ധം നടക്കുന്നതിന്റെ പ്രത്യാഘാതം എന്താണ്, അത്രത്തോളം ഇവിടെ സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി ഒരു യുദ്ധം നടക്കുന്നതിന്റെ പിന്നാമ്പുറത്ത് എത്രത്തോളം ഭയാനകമായ ഒരു സാഹചര്യമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അപലപിച്ച് ഇന്ത്യ ഈ ഒരു വലിയ ആക്രമണത്തിൽ അപലപിച്ചിരിക്കുകയാണ്. ഹോർമുസിൽ ഇന്ത്യൻ നാവികരടക്കുന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. കടലിടുക്കിൽ സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ ഗതാഗതം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. കടൽ യുദ്ധം എന്ന പേരിലാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമുസിൽ വീണ്ടും ആക്രമണം എന്ന പേരിൽ മനോരമയും, അതുപോലെ തന്നെ കേരള കൗമുദിയിൽ പശ്ചിമേഷ്യ വീണ്ടും അശാന്തം, വലിഞ്ഞു മുറുകി ഹോർമുസ് എന്നാണ്. എല്ലാം ഒരേ വാർത്തകൾ തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് മെയിൻ സ്റ്റോറി ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്. അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. ഇനി ഇറാൻ ഹോർമുസ് അടയ്ക്കുകയാണെങ്കിൽ ട്രംപ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തായാലും ഇറാനെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിക്കുന്നുള്ളത്. അപ്പൊ അടയ്ക്കുകയും ചെയ്തു. ഇനിയിപ്പോ നശിപ്പിക്കുന്നതാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ഈ ഹോർമുസിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഇറാൻ അല്ല എന്നുള്ളൊരു വാദവുമായിട്ട് ട്രംപ് വന്നിട്ടുണ്ട്. അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അതിന്റെ അടിയിൽ കുറച്ച് കമന്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ആരാണ് എന്നുള്ള രീതിയിൽ ആരാണെന്നുള്ള രീതിയിൽ നമുക്കറിയാലോ ഫേസ്ബുക്കിൽ വരുന്ന കമന്റുകൾ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള കമന്റുകളായിരിക്കും വരിക, ഏത് തരത്തിലുള്ള പദപ്രയോഗങ്ങളായിരിക്കും നടത്തുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ സമാധാന പ്രശ്നത്തെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതിൽ തമാശയായിട്ടൊന്നും തന്നെ ഇല്ല. ജീവന് വിലയുണ്ട്. കുഞ്ഞുകുട്ടി അടക്കമുള്ളവർക്ക് വലിയ രീതിയിൽ പരിക്കുകൾ ഏൽക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് വലിയ ദുരനുഭവം നേരിടുന്ന, അല്ലെങ്കിൽ അതിന്റെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന, പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്, മനുഷ്യരുണ്ട് എന്ന് മനസ്സിലാക്കുക. ആരോട് പറയാനാണിത്? നമ്മളിവിടെ ഇരുന്ന് പറയുന്നു യുദ്ധം പുരോഗമിക്കുന്നു, അത് കരാറിൽ എത്തുന്നു, അല്ലെങ്കിൽ മറ്റ് രീതികളിലൂടെയൊക്കെ മുന്നേറുന്നു. ഇനിയിപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സമാധാനക്കേട്. കുറെ കാലമായിട്ട് ഇത് തന്നെ തുടരുകയാണ്. ഇത് തന്നെയാണ്, അല്ലെങ്കിൽ തുടർക്കഥയാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. എന്തായാലും തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നു. അതിൽ പൊലിയുന്നത് അല്ലെങ്കിൽ അതിൽ പരിക്കേൽക്കുന്നത് കുട്ടികളടക്കമുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുടെ സാരാംശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കരുതലിന് ഒറ്റ പേര്, അതായത് ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് നിലവിലെ പദ്ധതികൾ ലയിപ്പിക്കും. കാരുണ്യ പദ്ധതിയും ബെനവലന്റ് ഫണ്ടും പുതിയ പദ്ധതിയുടെ ഭാഗമാകും. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിലവിൽ സർക്കാരിന് കീഴിലുള്ള എല്ലാ ചികിത്സാ സഹായ പദ്ധതികളും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഏകോപിപ്പിക്കും. അപ്പോൾ ഈ സംസ്ഥാനത്ത് കുടുംബങ്ങളിൽ 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപരേഖ ഓണസമ്മാനമായി പ്രഖ്യാപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു നീക്കം. അപ്പോൾ നിലവിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് തുടങ്ങിയവയൊക്കെ ഉൾപ്പെട്ട് ഇതിന്റെ ഭാഗമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഉയർന്ന ശമ്പളമുള്ളവർക്ക് പ്രീമിയം സൗജന്യമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതിനാൽ BPL സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്ക് മാത്രം പ്രീമിയം സൗജന്യമാക്കാനും മറ്റുമുള്ളവരിൽ നിന്നും നിശ്ചിത തുക പ്രീമിയം ഈടാക്കാനും ആലോചനയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ സൗജന്യം കിട്ടുക എന്ന് പറയുന്നത് അനർഹരെന്നുള്ളൊരു കേസ് പ്രിയദർശിനി വന്ന സമയത്ത് നമ്മളൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ സൗജന്യമൊക്കെ കിട്ടുക, അത് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്കും സാധാരണക്കാരായ ആളുകളിലേക്കും ഒക്കെ എത്തിക്കുക. അന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇത് പ്രയോജനപ്പെടുത്തുക, എങ്കിലേ ആ പദ്ധതിക്ക് ഒരു അർത്ഥമുള്ളൂ എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും നല്ല തീരുമാനമാണ്. നമുക്ക് ഇങ്ങനെ ഒരു കരുതലിനൊറ്റ പേര് എന്ന് പറഞ്ഞാണ് അവരത് ഹെഡിങ് നൽകിയിരിക്കുന്നത്, തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സന്തോഷകരം, അല്പം സമാധാനം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ. ഈ ലഹരി ജീവിതത്തിലേക്ക് കൈപിടിച്ച പാലാ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ. പാലായെക്കുറിച്ചൊരു വാർത്തയാണ്. സാധാരണ ഇന്നലെ നമ്മൾ പാലായെ പറ്റി ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതെ, നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഘർഷങ്ങളും DA താഴെ ഇറക്കാനുള്ള അംഗങ്ങളും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട എന്ന കേസായിരുന്നു. വലിയ കഞ്ചാവ് വേട്ട നടക്കുന്ന ഒരു സാഹചര്യം അത് ആയിരുന്നു. അങ്ങനെ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ അല്പം സമാധാനം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. അപ്പോൾ വിമുക്തി നേടിയ 1000 പേരാണ്. ഇവിടെ ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു തൂഫാനും എക്സൈസിന്റെ തണ്ടറും വന്നതിന് ശേഷം പാലാ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് ആ പദ്ധതികൾ എന്തായാലും നമ്മുടെ ഈ ദൗത്യമൊക്കെ വിജയകരമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു. ജില്ലയിൽ ലഹരി
ലഹരി കേസിൽ നിന്ന് ഒഴിവായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് 1000 പേരാണ്. എക്സൈസും പോലീസും രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളിൽ പ്രതികളായ 1000 പേരാണ് 3 വർഷത്തിനിടെ പാലാ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കി കേസുകളിൽ നിന്ന് ഒഴിവായത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, 1000 പേരെന്ന് പറയുന്നത് അത്ര കുറവല്ല. മദ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാരക ലഹരിയിൽ നിന്നാണ് വിമുക്തി തേടിയത് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. 1000 പേരെന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കണക്കല്ല എന്ന് ഓർക്കുക. കാരണം അത്രയും കുടുംബങ്ങളുടെ സമാധാനമാണ് ആ ഒരു വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഒറ്റയടിക്ക് 1000 എന്ന് പറഞ്ഞു പോകും, പക്ഷേ 1000 ആ ഒരു കുടുംബത്തിന്റെ സമാധാനമാണ്. 1000 പേര് അവിടെ നിന്ന് വിമുക്തി നേടി എന്നുള്ള വാർത്ത സമാധാനപരമായിട്ടുള്ളൊരു വാർത്തയാണ്. അല്പം സന്തോഷം നൽകുന്ന, എന്റെ പാലായിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാർത്തയാണെന്നുള്ളതിൽ അതിലേറെ സന്തോഷമുണ്ട്. പിന്നെ അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. പശ്ചിമേഷ്യയിൽ തീപ്പൊരി, നിക്ഷേപകർക്ക് നെഞ്ചെടുപ്പ്, ക്രൂഡ് ഓയിൽ വിലക്കുതിപ്പ്, വിനിയോഗം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ക്രൂഡ് ഓയിലിന്റെ വില എന്തായാലും എണ്ണയുടെ വില കൂടും. അപ്പോൾ ഈ യുദ്ധം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നിക്ഷേപകർക്ക് നല്ല ഗുണമാണ് ചെയ്യാറുള്ളത്. കാരണം ക്രൂഡ് ഓയിലിന് വില കൂടുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിങ്ങൾ എപ്പോഴും ക്രൂഡ് ഓയിലിലോ അതുപോലെ പെട്രോളിലോ ഡിഫൻസിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യുദ്ധം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരികയാണ് ചെയ്യുക. പക്ഷെ ഒന്ന് നോക്കുമ്പോൾ ഈ യുദ്ധം ഒരു ബിസിനസ്സാണ്, എന്നാൽ അതൊരു കണ്ണീരാണ് ഇനി. പക്ഷേ നമ്മൾ ബിസിനസ് കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രൂഡ് ഓയിലിന് എന്തായാലും വില കൂടുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല ലാഭം കിട്ടും എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇവിടെ ബിസിനസ് ന്യൂസായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആഗോള വിപണികളെ മുൻമുന്നിലാക്കി പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതോടെ ക്രൂഡ് ഓയിൽ, സ്വർണം, ഓഹരി വിപണികൾ കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് ഗതാഗതം വീണ്ടും തടസ്സപ്പെടാനുള്ള സാധ്യത ക്രൂഡ് ഓയിൽ വിലയിൽ കുതിപ്പുണ്ടായേക്കും. ഇതോടെ നാണയപ്പെരുപ്പ് ഉയരുന്നതിനാൽ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് അക്കമുള്ള കേന്ദ്ര ബാങ്കുകൾ പലിശ കുറയ്ക്കാൻ വൈകുമെന്നും ആശങ്ക നിക്ഷേപകരെ വലയ്ക്കുന്നു. വാരാന്ത്യ അവധിക്ക് ശേഷം ഇന്ന് ഓഹരി, സ്വർണം, ക്രൂഡ് ഓയിൽ വിപണിയിലെ വ്യാപാരം ആരംഭിക്കുന്നതോടെ ചിത്രം വ്യക്തമാകും. ആക്ച്വലി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സാധാരണക്കാരൻ്റെ ഒരു വീക്ഷണത്തിലാണ്. പക്ഷെ നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ക്രൂഡ് ഓയിലിന് ഇപ്പോൾ മാർക്കറ്റ് എന്തായാലും ഫ്ലക്ച്വേഷൻ നന്നായിട്ടുണ്ടാവും, പക്ഷെ അത് ഇനി വില കൂടുകയാണ് ചെയ്യുക. ആസ് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണമുണ്ടാവും. സാധാരണക്കാരന് അത് വില കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് വീട്ടിൽ അടുപ്പ് വേവില്ല, ആ ഒരു രീതിയിലേക്കാണ് അത് പോവുക. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. വാർത്തയാണ്, അതൊന്ന് കേൾക്കുക. ഈ കരാർ അവസാനിച്ചിട്ടും ജോലിയിൽ തുടർന്ന ജീവനക്കാരിയെ വിജിലൻസ് പിടികൂടി. ഈ സത്യം പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത കൂടിപ്പോയാലും നമുക്ക് പരിക്കുകൾ പറ്റും, പലതരത്തിലുള്ള പരിക്കുകളിലേക്ക് നമ്മളെ നയിക്കും അങ്ങനെ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഇതാണ്, കേൾക്കുക. കരാർ അവസാനിച്ചിട്ടും ജല അതോറിറ്റി ഓഫീസിൽ ഭരണം നടത്തിയിരുന്ന താൽക്കാലിക ജീവനക്കാരിയെ കയ്യോടെ പൊക്കി വിജിലൻസ്. രഹസ്യ വിവരത്തെ തുടർന്ന് മുളന്തുരുത്തി ജല അതോറിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഈ കരാർ അവസാനിച്ച് മാസങ്ങൾ കഴിഞ്ഞ ജീവനക്കാരി അനധികൃതമായി ജോലിയിൽ തുടർന്നത് കണ്ടെത്തിയത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ജോലി ഇല്ലാതെ ഒരു വശത്ത് ഒരുപാട് ആളുകൾ, ഒരു വശത്ത് ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അത്രയും സുഖകരമായ ജോലിയാണ്. ഒന്ന് ഓർത്തു നോക്കൂ. കാരണം ഒരു വശത്ത് ആളുകൾ ജോലിയില്ല, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇപ്പുറത്ത് കാലാവധി കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുകയാണ്. ഞാൻ എഴുന്നേൽക്കില്ല, ഈ കസേര എന്റേതാണെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു ഓഫീസാണെന്നുള്ളത് ഓർക്കണം. കാരണം നമ്മൾ വീട്ടിലൊരു കസേര വലിച്ചിട്ടിരിക്കുന്നത് പോലെയാണ്. ഇത് എന്റെ കസേരയാണ്, നീ ഇരിക്കേണ്ടത് പറയുക, അതാണ് സംഭവം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, അവിടെ നിന്ന് ഏൽക്കാൻ എനിക്ക് സാധ്യമല്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാം. എനിക്ക് സൗകര്യമില്ല ഇവിടെ നിന്ന് ഏൽക്കാൻ. അത് തന്നെയാണ് ഈ കേസിൽ. അപ്പോൾ മാസങ്ങളോളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാതിരുന്ന ഓഫീസിൽ ഭരണ ചുമതല വഹിച്ചിരുന്നത് ഇവരായിരുന്നു. കരാറുകാർക്ക് വേണ്ടി ഇവർ തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയത്. അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഈ ഔദ്യോഗികമായി ജീവനക്കാരി അല്ലാത്ത ആൾ ഓഫീസിലെ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതായും ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ ഒരു സംഭവം അറിഞ്ഞതിൽ പിന്നെ. അപ്പോൾ ഈ സംഭവം ജലവിഭവ വകുപ്പിൽ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തതോടെ വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ, ആത്മാർത്ഥത കൂടരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിൽ നിന്ന്, അത്തരത്തിലുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ കാലാവധി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക, വീണ്ടും വീണ്ടും തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇതിപ്പോൾ അത്രയും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സമാധാനം ലഭിക്കുന്നത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മറ്റൊരു വഴിയില്ലെന്ന് പറയുന്ന ആളുകളുമുണ്ട്, ഇവിടെ സുഖമാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏതോ ഒരു ഗണത്തിൽ പെടുന്ന വ്യക്തിയാണെന്നുള്ളത് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ആത്മാർത്ഥത അത്രയ്ക്ക് വേണ്ട എന്ന വലിയ
വലിയ ഒരു ഹെഡിങ്ങിലാണ് അല്ലെങ്കിൽ വലിയൊരു തലക്കെട്ടിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. സർ, ജോലിയിൽ എനിക്ക് പണ്ട് മുതലേ അല്പം ആത്മാർത്ഥത കൂടുതലാണ് എന്നാണ് ഈ പറയുന്നത്. അതൊരു കാർട്ടൂൺ ചിത്രമായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും രസകരമായിട്ടുള്ള വാർത്ത ആണെന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്രയും ആത്മാർത്ഥത വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അടുത്ത ബിസിനസ്സുകാർക്ക് ഒരു നല്ലൊരു വാർത്തയാണ്. മിസൈൽ നിർമ്മാണം സ്വകാര്യ കമ്പനികൾക്ക്. ആദ്യം അസ്ത്ര മാർക്ക് 2. രാജ്യത്ത് തദ്ദേശീയമായി മിസൈൽ നിർമ്മിക്കുന്നതിന്റെ ചുമതല സ്വകാര്യ കമ്പനികളുടെയും കൂടി ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. നിലവിൽ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, പീരങ്കികൾ തുടങ്ങിയ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്നുണ്ട്. മിസൈൽ നിർമ്മാണം സർക്കാർ ഉടമസ്ഥയിലുള്ള ഭാരത് ഡൈനാമിക്സിന്റെ കീഴിലാണ്. ഇത്രയും കാലം മിസൈൽ ഉണ്ടാക്കിയ സർക്കാരിന്റെ കീഴിലുള്ള സ്വകാര്യ കമ്പനികളായിരുന്നു. ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദ് അംബാനി മിസൈൽ നിർമ്മാണ കമ്പനി തുടങ്ങിയിട്ടുണ്ടായത്. മിസൈൽ നിർമ്മാണം മാത്രമല്ല, തോക്കുകൾ എല്ലാം ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചത് ആനന്ദ് അംബാനിയാണ്. അതൊരു പുതിയൊരു ബിസിനസ്സാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ ഷെയർസ് ഒന്നും വെളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ തിരഞ്ഞെടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കമ്പനികളിൽ നിങ്ങൾക്ക് ഡിഫൻസ് ആയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കണം കൊണ്ട് അതിനിപ്പോൾ കൂടി വരികയുള്ളൂ. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്ക് ഏതാ വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് നിങ്ങൾക്ക് പണിക്ക് പോകാണ്ട് സുഖമായിട്ട് കഴിയാനുള്ളത് എന്തായാലും അതിൽ തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ കുറച്ചു മുന്നേ ഒരു യുദ്ധത്തിന്റെ വാർത്ത പറഞ്ഞിരുന്നു പശ്ചിമേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട്. അതിനോട് തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് കേട്ടോ. US ഇറാൻ ധാരണാപത്രം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി UAEക്കും ഒമാനും നേരെ ആക്രമണം ഉണ്ടായതോടെ ഗൾഫ് മേഖല വീണ്ടും സംഘർഷഭരിതമായി. ഇന്നലെ രാവിലെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും UAE വ്യോമാതിർത്തി കടന്നെത്തി. 69 ദിവസത്തിനു ശേഷം ആദ്യമായാണ് UAEക്ക് നേരെ ആക്രമണം നടക്കുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് US വ്യോമതാവളത്തിന് നേരെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നത്. യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യുന്ന കേന്ദ്രം ആക്രമിക്കപ്പെട്ടു. കുവൈറ്റിന്റെ ആകാശത്തും ഇറാൻ ഡ്രോണുകൾ എത്തിയതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2 തവണയാണ് വ്യോമാക്രമണങ്ങൾ ഉണ്ടായത്. ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെയുള്ള ആളുകളിലൊക്കെ ഒരുപാട് ഭയമുണ്ട്. ജോലിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ തന്നെ അവിടെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്ത അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ കുവൈറ്റിലൊക്കെ ഉള്ളവരുണ്ട്. എനിക്ക് പരിചയമുള്ള പല ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ വലിയ ഭയം തന്നെയാണ് ഇതിൽ നിന്നുണ്ടാവുക. അപ്പോൾ ജീവനിൽ കൊതിയുള്ള ആളുകൾ പുറത്തിറങ്ങുക എങ്ങനെയാണ് ഒന്ന് ഓർത്ത് നോക്കൂ. മിസൈൽ ആക്രമണം ഉണ്ടായ മുമ്പ് തന്നെ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു മിസൈൽ ആക്രമണത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു കുഞ്ഞിന് പരിക്കേറ്റു, 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ളത്. പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മളിവിടെ പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമല്ല യുദ്ധഭീതി ഉണ്ടാകുമ്പോൾ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അത്തരമുള്ള രാജ്യങ്ങളിൽ ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരണം മുന്നിൽ കണ്ടായിരിക്കണം ഒരു പക്ഷേ ആളുകൾ അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ്. രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും സൈറൺ അടിക്കുക. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടാവും. പിന്നെ ആ ഉറക്കവും പോവും, ആ ദിവസവും പോയി. അത് മാത്രമല്ല, ഈ കുടുംബാംഗങ്ങൾ നാട്ടിലായിരിക്കും. ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ 2 പേരോ മറ്റും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ കുടുംബത്തിലേക്ക് വിളിക്കുക. ഇവിടെ ഇരുന്ന് നമ്മൾ TV-യിലൂടെ ഈ കുടുംബക്കാർ വാർത്ത കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭീതിയുണ്ട് അല്ലെങ്കിൽ ഒരു ഭയമുണ്ട്. എന്ത് ചെയ്യാൻ, ഇവിടെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് വലിയൊരു ഭയമാണ്, വലിയൊരു ഭീതിയാണ് ഇത്തരത്തിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ആളുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗാസയുടെ ഒരു വാർത്തയുണ്ട് കേട്ടോ. ഈ ആക്രമണം തുടർന്ന് ഇസ്രായേൽ 9 മരണം. അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 9 വയസ്സുകാരി ഉൾപ്പെടെ ഗാസയിൽ ഇന്നലെ 9 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ അൽബുറൈഷ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിലാണ് താല അബു മത്തർ എന്ന ബാലിക ഉൾപ്പെടെ 5 പേർ മരിച്ചത്. വടക്കുള്ള ഗാസ സിറ്റിയിലെ അൽസിന സ്ട്രീറ്റിൽ മെറ്റൽ പണിശാല ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ മരിച്ചിട്ടുണ്ട്. ഗാസയിൽ 2023 ഒക്ടോബർ മുതൽ ഇതുവരെ 73,221 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വെടിനിർത്തൽ കരാറായെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, അവിടെയും ഇത് തന്നെയാണ് സാഹചര്യം. യുദ്ധം നടക്കുന്ന എല്ലാ ഇടങ്ങളിലും അതിൻ്റെ ദുർഗതി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാർത്തയോട് കൂട്ടി വായിക്കുവാനായിട്ട് പറഞ്ഞതാണ് ഈ ഒരു ഗാസ വിഷയവും കൂടി. അടുത്തൊരു സിനിമ ന്യൂസാണ്. സമന്തയുടെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് ആക്ച്വലി ഇപ്പോഴാണ് ഉണ്ടായത്. സമന്ത ലീഡ് റോളിൽ അഭിനയിച്ച ഒരു സിനിമ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മായിണ്ടി ബംഗാരം. ഞാൻ തെലുങ്കിൽ തന്നെയാണ് അതിരുന്ന് കണ്ടതും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ആക്ഷൻ പാക്ഡ് സിനിമ തന്നെയാണ്. അതിൻ്റെ സീനുകളൊക്കെ അത്യാവശ്യം എല്ലാവരും മനസ്സിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി. അവര് സാധാരണ സാരിയൊക്കെ കൊടുത്തിട്ട് വീട്ടമ്മയാണെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ല. അവര് തോക്കൊക്കെ യൂസ് ചെയ്യണ കാണുമ്പോൾ നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു കയ്യടിയാണ് അവർക്ക് ഉണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ല തെലുങ്കില്, പക്ഷെ കാണുമ്പോൾ നല്ല രസമായിരുന്നു അത്. എന്തായാലും 100 കോടി ക്ലബിലേക്ക് എന്തായാലും സിനിമ കയറിയിട്ടുണ്ട്. അടുത്ത് തന്നെ അതിപ്പോൾ ആമസോൺ പ്രൈമിൽ എന്തായാലും കിട്ടാനും തുടങ്ങും. 35 ദിവസം കഴിഞ്ഞ് ആമസോൺ പ്രൈമിലേക്ക് വരുന്നുള്ളതാണല്ലോ. അടുത്ത ആഴ്ച എന്തായാലും ആമസോണിൽ നിങ്ങൾക്കത് കാണാനും പറ്റും.
സിനിമാ പ്രേമികൾക്കൊക്കെ അവർ കാത്തിരിക്കുന്ന വാർത്തകളാണ് സിനിമയെ കുറിച്ചുള്ളത്. ഏതെങ്കിലും ഒരു പുതിയ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോയി കാണുന്ന ഒരുപാട് സിനിമാസ്വാദകരുണ്ട്. അവർക്കൊക്കെ വലിയ വിരുന്ന് തന്നെ ആവും ഇത്തരത്തിലുള്ള പടങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ക്രിസ്റ്റഫർ നോളന്റെ ഒഡൈസി എന്തായാലും 17-ാം തീയതി റിലീസാണ്. എനിക്ക് പേഴ്സണലി അത്ര പ്രതീക്ഷയില്ല. എല്ലാവരും ഫ്ലോപ്പ് ആവും തന്നെ പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രീവ്യൂ എന്തായാലും ഇന്ത്യയിലും മുംബൈയിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യയിൽ തന്നെ പ്രീവ്യൂ ചെയ്യുന്നത്. സിനിമ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യയിൽ വന്നിട്ട് പ്രീവ്യൂ ചെയ്യുക അങ്ങനെ നടക്കണ കാര്യമില്ല. കാരണം അമേരിക്കയിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, കാരണം ഇന്ത്യയിൽ ചെയ്യാനും ഒരു കാരണമുണ്ട്. കാരണം ഇന്ത്യയിൽ സിനിമാ ആസ്വാദകർ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഡയറക്ടർക്ക് ഫാൻസ് ഉള്ളത് ക്രിസ്റ്റഫർ നോളനും ജെയിംസ് കാമറൂണും സ്റ്റീഫൻ സ്പിൽബർഗിനുമാണ്. അതിൽ കൂടുതൽ നോളനാണ്. ശരിക്കും പറഞ്ഞാൽ നോളൻ ഒരു ഓവർ റേറ്റഡ് സംവിധായകനാണ്. ആളുടെ സിനിമകൾ അത്ര സൂപ്പർ ഒന്നുമല്ല. സൂപ്പർ അല്ലെന്നല്ല, റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കേണ്ടത് സയൻസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അല്ലാണ്ട് സ്പിൽബർഗിനെ പോലെ ജെയിംസ് കാമറൂണിനെ പോലെ ഒരു പുതിയ ഇൻവെൻഷൻ ഒന്നും ക്രിസ്റ്റഫർ നോളൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും ഫിലിമിൽ തന്നെ എടുക്കണത്, ഇപ്പോഴും ഐമാക്സ് ഫിലിമിൽ തന്നെ എടുക്കണത്. അതിൽ ബഡ്ജറ്റും കൂടുതലാണ്. ആ ബഡ്ജറ്റിനെ കടപിടിക്കണ അത്ര കളക്ഷൻ ബോക്സ് ഓഫീസ് അദ്ദേഹത്തിന്റെ കിട്ടാറുമില്ല. എല്ലാം ബോക്സ് ഓഫീസ് റെക്കോർഡ് ഇടാറുണ്ട്. പക്ഷെ ഒരിക്കലും ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ അത്ര നല്ലൊരു കളക്ഷൻ ആളുടെ സിനിമയ്ക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഒഡൈസി അങ്ങനെയല്ല. അതെന്തായാലും തൂത്തു വാരുന്നവരാണ്. ഇന്നേരം തന്നെ നല്ല നെഗറ്റീവ് പബ്ലിസിറ്റി ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മഹാഭാരതം രാമായണമൊക്കെ അങ്ങനെയാണ് ഗ്രീക്കുകാർക്ക് ഒഡൈസി ഉള്ളത്. അപ്പോൾ നമ്മൾ മഹാഭാരതത്തിലെ കർണനെ പിടിച്ചിട്ട് പെണ്ണാക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെയാണ് ഒഡൈസിയിൽ ക്രിസ്റ്റഫർ നോളൻ തൻ്റെ ക്യാരക്ടറിനെയൊക്കെ അങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നത്. പോരാത്തിന് ഡാഡി, മമ്മി എന്നുള്ള വാക്കുകളൊക്കെയാണ് ആ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്ക് പുരാണം നടക്കണ തന്നെ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അന്ന് യൂറോപ്പ് മാത്രമേ ആക്ച്വലി ഉള്ളൂ. ആഫ്രിക്ക എന്ന ഭൂഖണ്ഡം തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല. അന്ന് ഇംഗ്ലീഷ് എന്ന ഭാഷ പോലും ഇല്ല. കാരണം യൂറോപ്യൻസ് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുമില്ല. പിന്നെ അമേരിക്ക ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എത്രയോ 200 വർഷം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വന്നിട്ട് തന്നെ 1700-600 കാലഘട്ടത്താണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ ഇൻവെന്റ് ആയത്. അതിനും എത്രയോ 50 വർഷം കഴിഞ്ഞിട്ട് ഡാഡ്, മോം എന്ന വാക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ 4000 വർഷം പഴക്കമുള്ള ആ സിനിമയിൽ ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുന്നത്? അതൊക്കെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് തന്നെ ആൾക്കാർ പറയുന്നത്. പിന്നെ സിനിമ ഒരു സംവിധായകന്റെ കലയാണ്. ആ സംവിധായകന്റെ വിഷനാണ് ആ സിനിമയിൽ പറയുന്നതാണ് കുറെ പേര് പറയുന്നത്. പക്ഷെ ഒരു ഇതിഹാസമാണ് ഞാൻ പറയണമെന്നുള്ളത് ക്രിസ്റ്റഫർ നോളൻ ആദ്യം തന്നെ ധരിപ്പിച്ചു. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ മാറ്റിയെന്ന് ചോദിച്ചാൽ ഓസ്കാറിൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. കാരണം ഓസ്കാറിൽ ഇനിയിപ്പോൾ ഒരു സിനിമ നിങ്ങൾക്ക് അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിലൊരു ട്രാൻസ്ജെൻഡർ ആക്ടറോ ആക്ട്രസിനെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, അതിൽ കറുത്ത വർഗ്ഗക്കാർ ഉൾപ്പെടുത്തണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അതും കൊണ്ടാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ വന്നത്. എന്തായാലും 17-ാം തീയതി സിനിമ റിലീസാവുകയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കണ്ണിൽപ്പെട്ടത്. രാസലഹരിയുമായി സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിൽ. കോട്ടയത്താണ് സംഭവം. വടയാർ സ്വദേശി, അതായത് തലയോരപ്പറമ്പ് വടയാർ വിഷ്ണു നിവാസിൽ വിശാൽ സോമനാണ് പിടിയിലായത്. 34 വയസ്സുള്ള വിശാൽ സോമൻ 5.6 ഗ്രാം രാസലഹരിയുമായിട്ടാണ് ഇയാൾ പിടിയിലായത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ രാസലഹരി അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളൊക്കെ ആയിട്ട് സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് കേസുകൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിടയ്ക്ക് വലിയ രീതിയിൽ അത്തരത്തിലുള്ള വാർത്തകൾ സിനിമാ ലോകത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ വാർത്തയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണിൽപ്പെട്ടൊരു കാര്യമാണ്. സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ രാസലഹരിയുമായി പിടിയിൽ എന്ന ഹെഡിങ് കണ്ടപ്പോഴാണ് കണ്ണവിടെ ഉടക്കിയത്. അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസിൽ ഇപ്പോൾ ഫിഫയാണ് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്തായാലും ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞു, ഇനി അടുത്ത സെമി ഫൈനലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തായാലും ബുധനാഴ്ചയാണ് അർജന്റീനയുടെ കളി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ചൊവ്വാഴ്ച നാളെ എന്തായാലും വൈകുന്നേരം രാത്രി 12:30 സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും കളിയുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആണ് ജയിക്കുന്നുള്ളത്. ഭൂരിപക്ഷം പേരും അതന്നെയാണ് പറയുന്നത്. പക്ഷെ സ്പെയിൻ ഒട്ടും മോശമല്ല. പിന്നെ അർജന്റീനയും ഇംഗ്ലണ്ടുമാണ്. ഇംഗ്ലണ്ട് ചിലപ്പോൾ ഒരു മായാജലം കാണിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ എപ്പോഴും ഇപ്പോൾ കളി അവസാനമാകുമ്പോൾ അർജന്റീന അങ്ങോട്ട് അടിച്ച് കയറ്റുണ്ട്. എന്താണ് അവരുടെ മായാജലം എന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. അതെ, നമ്മളിപ്പോൾ കായിക വാർത്തകൾ കൂടി ചർച്ച ചെയ്തു. സാധാരണ ഒരുമാതിരി എല്ലാ വാർത്തകളും നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ വാർത്തകളെ കുറിച്ചും നമ്മൾ വിശകലനം ചെയ്താണ് പോയത്. യുദ്ധ വാർത്തയിൽ തുടങ്ങി ഇപ്പോൾ സ്പോർട്സ് വാർത്തയിൽ അവസാനിക്കുകയാണ്. എന്തായാലും പത്രവാർത്താസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.